ഹലോ, നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് എടുക്കാണ്. കുളംസ് ലോ. കുളംസ് ലോ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റിന്റെ ഒരു കൺട്രിബ്യൂഷൻ ആണ്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയിട്ടില്ല, അദ്ദേഹം ഒരു മിലിറ്ററി എഞ്ചിനീയർ ആയിരുന്നു. വെസ്റ്റ് ഇൻഡീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു. 40 വയസ്സായപ്പോൾ റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വന്ന് അവിടുന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ഒരു നിയമമാണ്. വയസ്സാങ്കാലത്തല്ല, കണ്ടുപിടിച്ച ഒരു നിയമമാണ് കുളംസ് ലോ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ നിയമം? രണ്ട് ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ആണ് യഥാർത്ഥത്തിൽ ഈ നിയമം. നമുക്ക് രണ്ട് ചാർജുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, Q1 ആൻഡ് Q2. ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ അവർ തമ്മിൽ റിപ്പൽ ചെയ്യും. Q1 മുകളിൽ Q2 ചെലുത്തുന്ന റിപ്പൽഷന്റെ ദിശ ഇങ്ങോട്ടായിരിക്കും. Q1 മുകളിൽ 2 ചെലുത്തുന്ന ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ, അതിനെ നമ്മൾ F12 എന്നാണ് രേഖപ്പെടുത്തുക. The force on 1 due to 2. അതേപോലെ ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1 വിൽ ബി ഇൻ ദാറ്റ് ഡയറക്ഷൻ. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസിന് നമുക്ക് R എന്ന് രേഖപ്പെടുത്തുക. ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും കേന്ദ്രത്തിൽ നിന്നാണ് അളക്കുക. ഈ കൂളമിന്റെ നിയമം എപ്പോഴും പോയിന്റ് ചാർജുകളുടെ കേസിലാണ് സത്യമായിട്ടുള്ളത്. പോയിന്റ് ചാർജ് എന്താണ്? പോയിന്റ് ചാർജ് പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാല് ആ ചാർജുകൾ തമ്മിലുള്ള, ഇപ്പൊ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരം ആ ചാർജുകളുടെ വലിപ്പവുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടിയ ദൂരമാണെങ്കിൽ ആ ചാർജുകളെ നമുക്ക് പോയിന്റ് ചാർജുകൾ എന്ന് പറയാം. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ്. ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു മാസസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദ മാസസ്. അതേപോലെ ഇവിടെ മാസിന്റെ സ്ഥാനത്ത് ആരാളുള്ളത്? ചാർജ് ആണുള്ളത്. എന്തുകൊണ്ടാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെടണമെങ്കിൽ ആ വസ്തുവിന് ചാർജ് ആണ് ഉണ്ടാവേണ്ടത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിലോ ആ വസ്തുക്കൾക്ക് മാസ് ആണ് ഉണ്ടാവേണ്ടത്. സോ സെക്കൻഡ് പോയിന്റ് ഇതാണ്. ദ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഈ രണ്ട് ചാർജുകൾക്കുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഫോഴ്സ് 1/r² പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതിന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതായത് ഡിസ്റ്റൻസ് വേഴ്സസ് ഫോഴ്സ്. ഇത് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയതുകൊണ്ട് E എന്ന് എഴുതാം. അത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇതേപോലെ തന്നെയാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കേസ് നമുക്കറിയാം. ഇപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് നമ്മൾ വരക്കുന്നുണ്ടെങ്കിൽ Fg എടുത്തു കഴിഞ്ഞാൽ അതും ഇതേപോലുള്ള വര തന്നെയാണ് നമുക്ക് കിട്ടുക. സോ ബോത്ത് ഓഫ് ദീസ് ഫോഴ്സസ് ആർ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സസ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും തമ്മിൽ ചില സാമ്യതകളുണ്ട്. പ്രധാന സാമ്യത എന്താണ്? ഇത് രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സസ് ആണ്. ഇങ്ങനെയുള്ള ഫോഴ്സുകൾക്ക്, അതായത് 1/r² ഡിപെൻഡ് ചെയ്യുന്ന ഫോഴ്സുകൾക്കൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സസ്. എന്താണ്? ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സസ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സസ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അതെ. രണ്ടാമത്തെ വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഈ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ദ ഫോഴ്സ് ആക്ട് അലോങ് ദി ലൈൻ joining the charges. The force act along the line joining the charges. ഈ രണ്ട് ചാർജുകളുടെ കേന്ദ്രത്തിനെയും ബന്ധപ്പെടുത്തിയ ഒരു ലൈൻ വെച്ചാല് ആ ലൈനിലൂടെ മാത്രമാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുള്ളൂ. ഒരിക്കലും ചെരിഞ്ഞോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയില്ല. അതേ ലൈനിലൂടെ തന്നെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുകയുള്ളൂ. ഇത് രണ്ട് നിയമങ്ങൾ, അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ആ രണ്ട് ബോഡികൾ തമ്മിലുള്ള ഫോഴ്സ് ആണെങ്കിൽ ആ രണ്ട് ബോഡികളുടെ സെന്ററിനെ കണക്ട് ചെയ്യുന്ന ലൈനിലൂടെ മാത്രമേ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുകയുള്ളൂ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ചിലപ്പോൾ അട്രാക്റ്റീവും ചിലപ്പോൾ റിപ്പൾസീവുമായിരിക്കും. അതേപോലെ രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മീഡിയത്തിനനുസരിച്ച് മാറുകയില്ല. നമ്മൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നൊക്കെ പറയാറില്ല. അതായത് രണ്ട് മാസുകൾ തമ്മിലുള്ള ഇടയിലുള്ള മീഡിയം എന്താണെന്നുള്ളത് അവിടെ പ്രസക്തമല്ല. അവ തമ്മിൽ എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും.
എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ കേസിൽ അങ്ങനെയല്ല. ഇങ്ങനെ വ്യത്യസ്തമാകാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അപ്പൊ കൂളമ്പിന്റെ നിയമം പറയുന്നത് ഇതാണ്: രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എപ്പോഴും ആ രണ്ട് ചാർജുകളുടെ പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് എപ്പോഴും അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. F will be proportional to 1/r square always. And third point എന്താണ്? The force act along the line joining the two charges. ഇതാണ് കൂളമ്പിന്റെ നിയമം. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഫോഴ്സ് between electron and a proton if they are placed 1 angstrom apart? What is the electrostatic force എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരും പോയി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണരുത്. സോ ഇലക്ട്രോണിനും പ്രോട്ടോണിനും ഇടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? ഇഫ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ 1 ആംഗ്സ്ട്രോം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. F is equal to K into Q1 Q2 by R square ആണ്. ഇതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. തൽക്കാലം ഈ പ്രോബ്ലത്തിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം കാണാം. സോ K is equal to എന്താണ്? 9 into 10 raised to 9 Newton meter square per Coulomb square. And Q1 is the charge of electron, 1.6 into 10 raised to minus 19 Coulomb. മൈനസ് സൈൻ ഉണ്ടായിരിക്കും അല്ലെ, ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. അതേപോലെ പോസിറ്റീവ് ചാർജ് ആയ പ്രോട്ടോൺ, അവിടെ ഞാൻ P പ്ലസ് ആണ് എഴുതിയത്, അതിന്റെ ചാർജ് എത്രയാണ്? പ്ലസ് E ആണ്. സോ 1.6 into 10 raised to minus 19 Coulomb തന്നെയാണ്. ഒന്ന് മൈനസ് ആണ്, ഒന്ന് പോസിറ്റീവ് ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? R is equal to 1 ആംഗ്സ്ട്രോം. 1 ആംഗ്സ്ട്രോം എന്ന് പറയുന്നത് 10 raised to minus 10 മീറ്റർ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ the force is equal to 9 into 10 raised to 9 into 1.6 into 10 raised to minus 19, മൈനസ് സൈനിനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, into 1.6 into 10 raised to minus 19 divided by 10 raised to minus 10. ഇങ്ങനെയുള്ള സാധനത്തിനെ നമ്മൾ പലപ്പോഴും ചെയ്ത് തെറ്റിക്കാറുണ്ട്. അങ്ങനെ തെറ്റിക്കരുത്. നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയിൽ ചെയ്താൽ മതി, സ്ഥിരമായിട്ട്. സോ -9 ഇൻറ്റു ഇയാള്, അതേപോലെ ഈ നമ്പറുകളൊക്കെ പുറത്തെടുക്കുക. 1.6 ഇൻറ്റു 1.6 ഇൻറ്റു ബാക്കി 10 raised ഉള്ള സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് എടുക്കുക. 10 raised to 9 ഇൻറ്റു 10 raised to minus 19 ഇൻറ്റു 10 raised to minus 19 ഇൻറ്റു ഇയാളെ നമ്മള്, സോറി ഇവിടെ സ്ക്വയർ ഉണ്ട് അല്ലെ, R സ്ക്വയർ ആണ്, ഇത് R ആണ്. സോ R സ്ക്വയർ ആകുമ്പോ -10 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ എത്രയാണ്? -20 ആണ്. 10 raised to minus 20. സോ 10 raised to minus 20 മേലോട്ട് കൊണ്ടുപോയാൽ 10 raised to plus 20. 10 raised to plus 20. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഏകദേശം 23 കിട്ടും. ഇൻറ്റു ഈ സാധനങ്ങളാണ്, മൾട്ടിപ്ലൈ ചെയ്താൽ ഏകദേശം 23 കിട്ടും. 10 raised to 9 ഇവിടെ -19 ഉണ്ട്. അപ്പൊ 9 ഇത് പോയാൽ -10 ആവും. ഇത് രണ്ടും കൂടി കൂട്ടി 10 raised to minus 10 ആവും. ഇത് രണ്ടും കൂടി നോക്കിയാൽ 10 raised to plus 1 ആവും. സോ 10 raised to minus 10 ഉം 10 raised to plus 1 ഉം. സോ 10 raised to minus 9. 10 raised to minus 9 Newton. So this is the answer. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഈ കൂളംബ് ലോനെ വെക്ടർ ഫോമിൽ ഒന്ന് പ്രോപ്പർ ആയിട്ട് ചെയ്തു നോക്കാം. സോ കൂളംബ്സ് ലോ ഇൻ വെക്ടർ ഫോം. വെക്ടർ ഫോം നോക്കാം. രണ്ട് ചാർജുകളുണ്ട്, ഒന്ന് Q1 ഒന്ന് Q2. ഈ രണ്ട് ചാർജുകളെയും നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവയുടെ പൊസിഷൻ വെക്ടറിനെ, ഒന്നാമത്തെ ആളുടെ പൊസിഷൻ വെക്ടറിനെ R1 എന്ന് പറയാം, വെക്ടർ R1. രണ്ടാമത്തെ ആളുടെ പൊസിഷൻ വെക്ടറിനെ R2 എന്ന് പറയാം, വെക്ടർ R2. സോ ഇനി മൂന്നാമതൊരാളുണ്ട്, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്. നമ്മുടെ ഫോഴ്സിൽ നമുക്ക് ആവശ്യമുള്ള സാധനം അതാണ്, ഈ ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസിനെ നമുക്ക് ഒന്നുകിൽ ഈ ദിശയിൽ പറയാം, അതായത് Q1 ൽ നിന്ന് Q2 ദിശയായിട്ട് പറയാം, അല്ലെങ്കിൽ Q2 ൽ നിന്നും Q1 ദിശയായിട്ടും പറയാം. അപ്പൊ നമ്മൾ ആദ്യം Q1 ൽ നിന്ന് Q2 ദിശ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ഡിസ്റ്റൻസിന്റെ വെക്ടർ ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? സോ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ നമുക്കറിയാം, R1 ഉം ഈ വെക്ടറും കൂട്ടിക്കഴിഞ്ഞാൽ R2 കിട്ടണം. അതായത് R2 ൽ നിന്ന് R1 കുറച്ചാൽ കിട്ടുന്നതാണ്
ഈ വെക്ടർ എന്ന് പറയുന്നത്. സോ R2 മൈനസ് R1 ആണ് ഈ വെക്ടർ. ഇനി ഇതേ ഡിസ്റ്റൻസ് തന്നെ നമ്മൾ തിരിച്ചുള്ള ഡിസ്റ്റൻസ് എടുത്ത് നോക്കാം. അതിനെ നമുക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് ആരോ മാർക്ക് ഉണ്ടാക്കുക. ശരിക്കും ശ്രദ്ധിക്കണം. ഒന്നാമത്തത് അങ്ങോട്ടായിരുന്നു Q1 ൽ നിന്ന് Q2 ദൂരം, അതേപോലെ ഇത് Q2 ൽ നിന്ന് Q1 ദൂരമാണ്. ഇതെന്തായിരിക്കും? നമുക്ക് നോക്കിയാൽ കാണാം, ഈ ദിശ R2 പ്ലസ് ദിസ് ഡിസ്റ്റൻസ് അതാണ് R1. വെക്ടർ അഡിഷൻ ശരിക്കും ഓർമ്മ ഉണ്ടെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. ശരിക്കും നോക്കിയാൽ R2വും ഈ ഡിസ്റ്റൻസും കൂട്ടിയാൽ കിട്ടുന്നതാണ് R1. സോ R1 മൈനസ് R2 ആയിരിക്കും ഇത്. R1 മൈനസ് R2 ആണ് എന്ത്? ഈ ഡിസ്റ്റൻസ്. അപ്പോ നമ്മൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡയറക്ഷൻസ് ഒക്കെ. രണ്ട് ചാർജുകൾ ഉണ്ട്. ഈ ചാർജുകൾക്കിടയിൽ രണ്ട് ഡിസ്റ്റൻസുകൾ നമ്മൾ അല്ലെങ്കിൽ രണ്ട് ഡിസ്പ്ലേസ്മെന്റുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് Q1 ൽ നിന്ന് Q2 ഡയറക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്, അത് R2 മൈനസ് R1. അതേപോലെ Q2 ൽ നിന്ന് Q1 നമ്മൾ R1 മൈനസ് R2 എന്നും മാർക്ക് ചെയ്തു. ഇതിൽ ചിലപ്പോഴൊക്കെ ഈ R1 മൈനസ് R2വിനെ R12 എന്ന് എഴുതാറുണ്ട്. R12. അതേപോലെ R2 മൈനസ് R1നെ R21 എന്നും എഴുതാറുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. യൂണിറ്റ് വെക്ടർ ഓഫ് R21 is equal to vector R21 divided by modulus of vector R21. അതേപോലെ R12 എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? R12 വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് R12 വെക്ടർ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ റിയൽ സിറ്റുവേഷനിലേക്ക് വരാം. ഈ Q1 ഉം Q2 ഉം രണ്ടും ഒരേപോലത്തെ ചാർജുകളാണെങ്കിൽ they will repel. സോ ഫസ്റ്റ് കേസ് ഇതാണ്. Q1 is plus and Q2 is also plus. രണ്ടും പ്ലസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രണ്ടും മൈനസ് ആണെന്ന് വിചാരിക്കുക. സോ ദ ഫോഴ്സ് ആക്ട്സ് along the line connecting the charges. Along the straight line connecting the charges and they are repulsive. So force on Q1 due to Q2 will be F12. That is in this direction and ingottanuള്ളത് F21. The force on 2 due to Q1 is F21. It is in that direction. And we can write F12 is equal to K into Q1 Q2 divided by R12 square. R12 ഏതാണ്? ഈ ഡിസ്റ്റൻസ് ആണ് R12. ഇതിനെ നമുക്ക് R21 എന്നും എഴുതാം. രണ്ടും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഡയറക്ഷന് മാത്രം വ്യത്യാസം ഉണ്ടാവും. സോ ഇവിടുത്തെ ഡയറക്ഷൻ ഏതാണ്? R12 ക്യാപ്പ് ആണ്. കാരണം ഇവിടെ നോക്കിയാൽ അറിയാം, R12 എന്ന് പറയുന്നത് ഇതാണ്. അതായത് Q2 ൽ നിന്ന് Q1 ഡയറക്ഷൻ ആണ്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ ആണ്. ഈ F12ന്റെ ഡയറക്ഷൻ ഏതാണ്? ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ ആണ്. അതായത് Q2 ൽ നിന്ന് Q1 ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷൻ ആണ് F12ന്റെ ഡയറക്ഷൻ. ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഏതാണ്? R1 മൈനസ് R2വിന്റെ യൂണിറ്റ് വെക്ടർ ആണ്. R1 മൈനസ് R2വിന്റെ യൂണിറ്റ് വെക്ടർ ഏതാണ്? R12. അങ്ങനെയാണ് നമുക്ക് F12ന്റെ ഡയറക്ഷൻ R12 യൂണിറ്റ് വെക്ടർ എന്ന് കിട്ടുന്നത്. സോ ഇതാണ് വെക്ടർ ഫോം. ഇതേപോലെ നമ്മള് F21 എഴുതാണെങ്കിലോ, F21 വെക്ടർ F21 will be equal to K into Q1 Q2 by R21 square into R21 cap. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ R12ഉം R21ഉം സെയിം ആണ്, മാഗ്നിറ്റ്യൂഡ്സ് ആണത്. അതിൽ വെക്ടേഴ്സ് വരുന്നില്ല. സോ മാഗ്നിറ്റ്യൂഡ്സ് ആയത് രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ്. രണ്ടിനും ഒരേ വാല്യൂ ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് ഈ R12 എന്നും R21 എന്നും എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് എഴുതുന്നത്. എന്നാൽ ഈ യൂണിറ്റ് വെക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം R12 എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ള ദിശയാണ്, എന്നാൽ R21 അങ്ങോട്ടുള്ള ദിശയാണ്. സോ അതിന്റെ അർത്ഥം രണ്ടും ഓപ്പോസിറ്റ് ദിശയിലാണെന്നാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, R12 യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് R21 യൂണിറ്റ് വെക്ടർ. രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് R12 ഏതാണോ അതിന്റെ
നെഗറ്റീവ് ആയിരിക്കും R21 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഇപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു R12ഉം R21ഉം മാഗ്നിറ്റ്യൂഡ്സ് ആണ്, അത് രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനൊന്ന് വായിച്ചു നോക്കാം. രണ്ടും സെയിം ആണെങ്കിൽ പിന്നെ വ്യത്യസ്തമാക്കി എഴുതേണ്ട കാര്യമില്ല. വായിച്ചു. ഇനി രണ്ടാമത്തെ പോയിന്റ്, R12ഉം R21ഉം അവ തമ്മിൽ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ R21ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതി നോക്കാം? മൈനസ് ഓഫ് R12 എന്ന് എഴുതി നോക്കാം. അപ്പൊ ആ മൈനസിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണേ. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ വലതുവശം, ഇക്വേഷന്റെ വലതുവശം എന്ന് പറയുമ്പോൾ ഇതും കൂടി ഉൾപ്പെടും. അതായത് K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ ഇൻറ്റു R12 അതന്നെയാണ് ഇവിടെയും ഉള്ളത്. K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ ഇൻറ്റു R12, പക്ഷെ ഒരു നെഗറ്റീവ് സൈൻ മാത്രമാണുള്ളത്. അപ്പൊ നമുക്ക് ഈ നെഗറ്റീവ് സൈനിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കാം. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ സൈഡും രണ്ട് ഇക്വേഷനും സെയിം ആണ്. എന്നാൽ ഈ ഇക്വേഷനിൽ ഈ ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ ഒരു നെഗറ്റീവിന്റെ ഒരു അഡീഷണൽ സംഗതിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സോ F12 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? മൈനസ് ഓഫ് F21ന് തുല്യമാണ്. F12 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് F21. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം F12 എന്ന് പറയുന്നത് ഒന്നാമത്തെ ചാർജിന്റെ മുകളിൽ രണ്ടാമത്തെ ചാർജ് ചെലുത്തുന്ന ഫോഴ്സ് ആണ്. ദ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2. എന്നാൽ F21 എന്ന് പറയുന്നതോ, ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ഈ രണ്ട് ഫോഴ്സുകളും തുല്യമാണെന്നും മാഗ്നിറ്റ്യൂഡ് തുല്യമാണെന്നും ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണെന്നുമാണ് ഇവിടെ ഈ ഒരു ഇക്വേഷൻ കൊണ്ട് അർത്ഥമാകുന്നത്. സോ ദേ ആർ ഹാവിംഗ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ദേ ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് നമ്മുടെ ഈ വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നിലധികം ചാർജുകൾ ഉണ്ടെങ്കിൽ ഒരു ചാർജിന്റെ മുകളിൽ ആ മറ്റു ചാർജുകൾ എല്ലാവരും ചെലുത്തുന്ന ഫോഴ്സ് എത്രയാണ്? ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? നമുക്കൊരു Q1 എന്ന് പറയുന്ന ചാർജ് ഉണ്ട്, പിന്നെ Q2ഉം Q3 ഒക്കെ ഉണ്ട്. ഈ Q2ഉം Q3 എല്ലാവരും ചേർന്നിട്ട് Q1ന്റെ മുകളിൽ എത്ര ഫോഴ്സ് ചെലുത്തുന്നു എന്ന് നമുക്കറിയണം. സോ നമുക്ക് ആദ്യം ചാർജുകൾ മാർക്ക് ചെയ്യാം. Q1, Q2, Q3. നമ്മളൊരു ഒറിജിൻ ഫിക്സ് ചെയ്യാം. ഒറിജിനിൽ നിന്ന് Q1ലേക്കുള്ള ദൂരം R1, ഒറിജിനിൽ നിന്നും Q2ലേക്കുള്ള വെക്ടർ R2, വെക്ടർ R2. അതേപോലെ Q3ലേക്കുള്ളതാണെങ്കിൽ വെക്ടർ R3. ഇങ്ങനെ 3 വെക്ടറുകൾ ഉണ്ട്. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ Q1? അപ്പൊ നമുക്കറിയാം ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. Q1ന്റെ മുകളിൽ Q2 ചെലുത്തുന്ന ഫോഴ്സും ഉണ്ട്, അതേപോലെ തന്നെ Q3 ചെലുത്തുന്ന ഫോഴ്സും ഉണ്ട്. Q2 ചെലുത്തുന്ന ഫോഴ്സ് നമുക്ക് ആദ്യം നോക്കാം. സോ ദ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ R12 ക്യാപ്. അതേപോലെ തന്നെ Q3 ചെലുത്തുന്ന ഫോഴ്സ് F13 ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q3 ബൈ R സ്ക്വയർ ഇൻറ്റു R13 ക്യാപ്. ഇത് R13 ആണ്, ഇത് R12 ആണ്, വെറും ആറല്ല. So what is that R12? This is the R12 vector and this is the R13 vector. So these are the two forces acting on charge Q1. So what is the total force on charge Q1? It is the sum of these two charges. The force on 1 is equal to, the net force on 1 is equal to force on 1 due to 2 plus force on 1 due to 3. Vector quantities ആണ് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. So what is that? It is equal to K into Q1 Q2 by R12 square R12 cap plus K into Q1 Q3 divided by R13 square R13 cap. ഇതാണ്, this is the total force on charge 1. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്കൊരു അഡീഷണൽ ആയിട്ട് വേറൊരു ചാർജ് കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. നാലാമത്തെ ഒരു ചാർജ് ഇവിടെ എങ്ങാനും ഉണ്ടെന്ന് വിചാരിക്കാം, Q4. അതിന്റെ ഡിസ്റ്റൻസ്
വെക്ടർ R4 ആണ്. ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? R14 വെക്ടർ ആയിരിക്കും. ഈ ഒരു ചാർജും കൂടി ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ്? ദ ടോട്ടൽ ഫോഴ്സ് വിൽ ബിക്കം പ്ലസ് K ഇൻറ്റു Q1 Q4. നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അവിടെയുള്ള രണ്ട് ചാർജുകൾ ഏതൊക്കെയാണ്? Q1ഉം Q4ഉം ആണ്. ഡിവൈഡഡ് ബൈ R14ന്റെ സ്ക്വയർ, അതേപോലെ R14 യൂണിറ്റ് ചാർജ്. ഇങ്ങനെ നമുക്ക് എത്ര ചാർജ് ഉണ്ടെങ്കിലും അങ്ങനെ കൂട്ടിക്കൊടുത്താൽ മതി. എപ്പോഴും ഏതെങ്കിലും ഒരു ചാർജിന്റെ മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് എത്ര എന്നാണ് നമ്മൾ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബാക്കിയുള്ള എല്ലാ ചാർജുകളും ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഡയറക്ഷൻ നോക്കുമ്പോ ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ എല്ലാവരും പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. സോ ഒക്കെ റിപ്പൽഷൻ ആയിരിക്കും. ഈ Q4 Q1ന്റെ മുകളിൽ ചെലുത്തുന്ന ഫോഴ്സ് നേരെ ഇങ്ങോട്ടായിരിക്കും. ബിക്കോസ് രണ്ട് ചാർജുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഏതാണോ ആ ലൈനിലൂടെയാണ് ആക്ട് ചെയ്യുക. സോ റിപ്പൽഷൻ ആയതുകൊണ്ട് അങ്ങോട്ടാണ്, അട്രാക്ഷൻ ആയിരുന്നെങ്കിലോ അത് ഇങ്ങോട്ടായിരിക്കും. അതേപോലെ തന്നെ ഈ Q1 ചെലുത്തുന്ന ഫോഴ്സ് നേരെ ഇങ്ങോട്ടായിരിക്കും. Q3 ചെലുത്തുന്ന ഫോഴ്സ് നേരെ ഇങ്ങോട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് 3 ലൈൻസ് കിട്ടി. ഇവയെ നമുക്ക് വെക്ടർ അഡിഷൻ നടത്തിക്കൂടെ? വെക്ടർ അഡിഷൻ നടത്താം. അങ്ങനെ നമുക്ക് നെറ്റ് ഫോഴ്സ് ഏത് ദിശയിലാണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ഇവിടെ അങ്ങനെ നമുക്ക് n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ 4 ചാർജുകൾ വരെ ഉള്ളത് നമ്മൾ എഴുതി. അങ്ങനെ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ ഈ ഇക്വേഷനെ നമുക്കൊന്ന് മാറ്റി എഴുതിക്കൂടെ? മാറ്റി എഴുതാം. സോ ഇഫ് യു ഹാഡ് n number of charges, then the force acting on the first charge Q1 is equal to F1 will be equal to K into Q1 Q2 by R12 square R12 cap plus K into Q1 Q3 divided by, കാരണം 1, 2 ഉള്ള ഫോഴ്സ് കണ്ടുപിടിച്ചു, ഇനി 1, 3 തമ്മിലുള്ള ഫോഴ്സ് ആണ്. R13 square R13 cap plus K into Q1 Q4 1, 4 തമ്മിലുള്ള ഫോഴ്സ് R14 square R14 cap plus etc plus K into Q1 Qn nth ചാർജ് തമ്മിലുള്ള R1n square R1n cap. അതിന്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാരെ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പൊ ഇതിനെ ഇങ്ങനെ നീളത്തിൽ എഴുതുന്നതിന് പകരം നമുക്ക് ചുരുക്കി എഴുതാം. നമുക്ക് ആൾറെഡി അറിയാം ആ മെത്തേഡ്. ഇതിലുള്ള കോമൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പുറത്തെടുക്കുക. സോ ഈക്വൽ ടു K ഇൻറ്റു Q1, ബാക്കി ആളുള്ളത് Q2 ബൈ R12 സ്ക്വയർ R12 ക്യാപ് പ്ലസ് Q3 ബൈ R13 സ്ക്വയർ R13 ക്യാപ് പ്ലസ് Q4 ബൈ R14 square R14 cap plus etc plus Qn by R1n square R1n cap. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇതിനെ നമുക്ക് സമ്മേഷൻ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ സാധിക്കും. ഈ മൊത്ത സാധനത്തിന് നമുക്കൊരു സിംഗിൾ ഫോമിൽ എഴുതാം. K into Q1 into summation of Q. ഇവിടെ മാറുന്ന സബ്സ്ക്രിപ്റ്റ് ഏതാ? ഈ 2 ആണ്. 2, 3, 4 അങ്ങനെ പോകുന്നുണ്ട്. ഈ ഒന്നുകളൊന്നും മാറുന്നില്ല. സോ നമുക്ക് മാറുന്ന ആളുടെ സ്ഥാനത്ത് I എന്ന് കൊടുക്കാം. സോ ദ സം ഓവർ I എവിടുന്ന് മുതലാണ് മാറുന്നത്? 2 മുതലാണ്. 2 മുതൽ n വരെ മാറുന്നുണ്ട്. I 2 മുതൽ n വരെ മാറുന്നുണ്ട്. സോ Q I ആയിരിക്കും ഡിവൈഡഡ് ബൈ R1 due to all the other n number of charges. മറ്റുള്ള n minus 1 number of charges. കാരണം ഒരാൾ ഇവിടെ ഫസ്റ്റ് 1 ആണ്. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? ടോട്ടൽ n ഉണ്ടെങ്കിൽ ബാക്കി n minus 1 ഉണ്ടാവും. So this is the force acting on a charge due to a system of charge. So this is the force on a charge due to a system of charges. System of charges. A system of
several charges. Okay.